ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനൂസ് ടോക്സ്. ഇന്ന് സംസാരിക്കാൻ വന്നേക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. കുറേ എത്രത്തോളം ആൾക്കാരിലേക്ക് ഈ സാധനം എത്തി എന്ന് എനിക്കറിയത്തില്ല. എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ ഇടയ്ക്കൊരു പുള്ളി സൂയിസൈഡ് ചെയ്തായിരുന്നു. പേര് അനന്തു അജി എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ആത്മഹത്യാ കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാനായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഈ സംഭവം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് 3-4 അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എൻ്റെ ഒരു റൈറ്റിംഗ് പേജ് ഉണ്ട്. അപ്പോൾ ആ പേജിൽ എൻ്റെ ഒരു ഫോളോവർ ഇങ്ങനെ സ്റ്റോറി ഇട്ടേക്കുന്ന കണ്ടു. ബട്ട് ആ ഒരു പോസ്റ്റ് ഞാൻ തുടക്കം വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. സ്റ്റോറി ഇട്ടേക്കുന്ന എന്തിനാണ് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു നോക്കാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ട സമയത്ത് ഇന്നലെ എൻ്റെ ഫ്രണ്ട് ബ്രദർ മമ്മു, പുള്ളിക്കാരൻ എന്നെ വിളിച്ച് കളിയാൻ നിനക്ക് ഞാൻ ഒരു പോസ്റ്റ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനം നീ വായിച്ചു നോക്കിയിട്ട് നീ ഒരു വീഡിയോ ചെയ്യണം, കാരണം അവനത് കണ്ടിട്ട് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് ഈ വീഡിയോ നീ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി എന്താണ് വായിച്ചെന്നുള്ള സാധനം ഞാൻ നോക്കിയപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ട ഒരു പോസ്റ്റാണത്. ആ സ്റ്റോറിയിൽ കണ്ട സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് വായിച്ചു നോക്കി. അപ്പോഴാണ് എനിക്ക് ഈ സാധനം മനസ്സിലാവുന്നത്. അതായത് ഒക്ടോബർ 4-ാം തീയതിയാണ് ആ പോസ്റ്റ് വെളി വന്നിരിക്കുന്നത്. അതായത് ഒക്ടോബർ 4-ാം തീയതി പോസ്റ്റ് വെളി വന്നല്ല, ഒക്ടോബർ 4-ാം തീയതിയോ സംതിങ് ആണ് ആ ഒരു നോട്ടായിട്ടാണ് പുള്ളി അത് ഇട്ടേക്കുന്നത്. ആ നോട്ട് ലാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്, നോട്ട് സേവ് ചെയ്തിട്ടേക്കുന്ന നോട്ട്സ്, അതായത് പുള്ളി ആ സേവ് ചെയ്തിട്ടേക്കുന്ന നോട്ട്സിന്റെ എഴുതി ക്രിയേറ്റ് ചെയ്തേക്കുന്ന നോട്ട്സിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ആ വീഡിയോയിൽ ആ ഒരു പോസ്റ്റ് ആയിട്ട് പുള്ളി ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഏകദേശം ഒരു 15 പേജ് ഉണ്ട്. അത് വായിച്ചെടുക്കാൻ തന്നെ 10-15 മിനിറ്റ്സ് എടുക്കുമെന്നും പുള്ളി അതിൽ പറയുന്നുണ്ട്. ആക്ച്വലി ദാറ്റ് നോട്ട് വാസ് എ സൂയിസൈഡ് നോട്ട്. പുള്ളിക്കാരൻ്റെ അവസാനത്തെ ഒരു മെസ്സേജും കാര്യങ്ങളും പുള്ളിക്കാരനെ പറയാനുള്ളതും പുള്ളിക്കാരന് സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയേക്കുന്ന ഒരു 10-15ഓളം സ്ലൈഡ് വരുന്ന ഒരു സൂയിസൈഡ് നോട്ടാണത്. പുള്ളി പറയുന്നുണ്ട് അതിനകത്ത്, പുള്ളിക്കാരൻ്റെ പേര് അനന്തു അജി എന്നാണ്. പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു പോസ്റ്റ് വെളിയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തായാലും ഞാൻ മരണപ്പെട്ടിട്ടുണ്ടാവും ഇത് വെളിയിൽ വരുന്ന സമയത്ത്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയും, ഇത് ഞാൻ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും മേ ബി വരാതിരിക്കാം. ഞാൻ മരണപ്പെടുന്ന, അതായത് ഈ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റ് വരെയുള്ള സാധനങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് മറ്റെന്തെങ്കിലും പോസ്റ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും ആയിരിക്കാം എന്ന് പുള്ളിയും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന പോസ്റ്റുകളും അത് കാരണം ഉണ്ടാകുന്ന എന്താണെങ്കിലും അതിന് താൻ ഉത്തരവാദിയല്ല. കാരണം താൻ എന്തായാലും മരിക്കുന്നു, എന്ത് സംഭവിച്ചാലും അതിന് തന്നെ ബാധിക്കുന്ന കേസുമല്ല. പുള്ളിക്കാരൻ മരിക്കുന്നു എന്നും പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അനന്തു അജി ഒരു മൈക്രോസോഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട് കണ്ട് വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഒരു സൂയിസൈഡ് നോട്ടാണ് ഈ ഇടയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം. പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യാനുണ്ടാകുന്ന കാരണം പുള്ളിക്കാരൻ OCD ആണ്. പുള്ളിക്കാരനൊരു OCD പേഷ്യൻ്റാണ്, ഡിപ്രഷനുണ്ട്, ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് ഉള്ള പുള്ളിയാണ്. OCD എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതാണ് സാധനം. അതായത് ഈ OCD ഉള്ള പേഷ്യൻസിന്, OCD ബാധിതമായിട്ടുള്ള ഒരാൾക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ചുമ്മാ ഇന്റൻഷനലി പേടി ഉണ്ടാവാറുണ്ട്. അതുമൂലം പാനിക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. കാരണം OCD ഉള്ള ഒരു പേഷ്യൻസ്, അല്ലെങ്കിൽ തന്നെ പുള്ളി OCD പേഷ്യൻ്റ് ആണ്. പുള്ളി അതിനെടുക്കുന്ന മരുന്നും കാര്യങ്ങളും എല്ലാം പുള്ളി എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മരുന്നും കാര്യങ്ങളും ഞാൻ കാണിക്കാൻ എൻ്റെ പേര് ഉൾപ്പെടെ പറയാമെന്ന് വരെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ആ വീഡിയോ ഇറങ്ങിയില്ല, എന്തോ പുള്ളി അത് പോസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ OCD ഉള്ള പേഷ്യൻസ് പൊതുവെ പാനിക് അറ്റാക്സും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്, OCD എന്ന് പറയുന്ന സാധനം. അപ്പോൾ പുള്ളിക്കാരൻ്റെ OCD പേഷ്യൻ്റ് ആയിരുന്നു. പുള്ളിയുടെ ലൈഫിലുണ്ടായ കുഞ്ഞുനാളിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് പുള്ളി OCD പേഷ്യൻ്റ് ആവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പുള്ളി പറയുന്നത്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3-4 വയസ്സുണ്ടായിരുന്ന സമയത്ത് പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി പുള്ളിയെ റേപ്പ് ചെയ്യുമായിരുന്നു. എ മെയിൽ പേഴ്സൺ
റേപ്പ് ചെയ്യുമായിരുന്നു. ആ റേപ്പ് ചെയ്യുന്ന പുള്ളിക്കാരന്റെ പേര് പുള്ളി ആ നോട്ടിൽ പറയുന്നുണ്ട്, എന്നമ്മോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഈ മരിച്ച വ്യക്തി അയാള് ഈ RSSന്റെ ശാഖയിലൊക്കെ പോകുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരൻ RSSന്റെ ശാഖയെ കൊണ്ട് ചേർത്തു. അവിടെയും ഈ RSSന്റെ ശാഖയിലും ക്യാമ്പിലും വെച്ചിട്ട് ഒരുപാട് പേര് പുള്ളിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്, മെന്റലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ അവരുടെ RSSകാരുടെ ദണ്ടൊക്കെ ഉപയോഗിച്ച് പുള്ളിയെ മർദ്ദിച്ചിരുന്നു. അവരും ഒരുപാട് പേര് റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ അവരുടെ ആൾക്കാരുടെ ഒന്നും പേര് പുള്ളിക്ക് അറിയത്തില്ല എന്നും പുള്ളി പറയുന്നുണ്ട്. പുള്ളി അതിൽ എടുത്ത് പുള്ളിയുടെ നോട്ടിൽ പറയുന്നുണ്ട്, പുള്ളി എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും പുള്ളിയുടെ അടുത്ത് ഭയങ്കര വെറുപ്പാണ്. പുള്ളിയെ ആകെ സ്നേഹിച്ചിരുന്നത് മനസ്സിലാക്കുന്ന പുള്ളിയുടെ സഹോദരിയും അമ്മയും മാത്രമാണ്. അപ്പൊ പുള്ളിയുടെ സ്വയം ലൈഫ് എടുക്കുന്നതിൽ ആദ്യം അവരോട് തന്നെയാണ് ക്ഷമ ചോദിക്കുന്നത്, അവരോടല്ലാതെ മറ്റാരോടും പുള്ളി കടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ആ നോട്ടിൽ എഴുതിയേക്കുന്നത്. പുള്ളിയെ 3-4 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ഈ പുള്ളി ഒരു റേപ്പ് വിക്റ്റിമാണ്. 3-4 വയസ്സുള്ള കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ്, പീഡോഫീലിയ എന്ന് പറയും. അതായത് കൊച്ചു കുട്ടികളെ റേപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനൊക്കെ പീഡോ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു നായിന്റെ മോൻ അവൻ ഈ പുള്ളിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവനും RSS കാരനാണ്. RSS ശാഖയിലുള്ള ആൾക്കാരും പുള്ളിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുനാളിൽ ഇയാൾക്കുണ്ടായ ഈ ഒരു സാധനം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു ട്രോമ കാരണമാണ് പുള്ളി ഒരു OCD പേഷ്യന്റ് ആയി മാറുന്നതും പുള്ളിക്ക് ഡിപ്രഷൻസ് ഉണ്ടാവുന്നതും. പുള്ളിയുടെ മൈൻഡ് പുള്ളിയുടെ കയ്യിലല്ല, പുള്ളിക്ക് ഒന്നിലും പുള്ളിയുടെ കൺട്രോൾ ഇല്ല. അപ്പോ 26 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അതിൽ നിന്ന് പുള്ളിക്ക് ആ ഒരു കുഞ്ഞുനാളിലുണ്ടായ സംഭവത്തിൽ നിന്ന് പുള്ളിക്ക് 26 വയസ്സായിട്ടും പുള്ളിക്ക് വെളിയിൽ വരാൻ പറ്റുന്നില്ല. അതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. പുള്ളി മെന്റലി ഒട്ടും ഓക്കെ ആവുന്നില്ല. പുള്ളിക്ക് അതിൽ നിന്ന് മെഡിസിൻസ് എടുത്തിട്ട് പോലും പുള്ളിക്ക് വെളിയിൽ വരാൻ പറ്റുന്നില്ല എന്നൊരു റീസൺ കൊണ്ട് എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞാണ് ആ നോട്ട് എഴുതി, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്തു, എനിക്ക് ലൈഫ് വേണ്ട എന്ന് പറഞ്ഞാണ് പുള്ളി ആ സൂയിസൈഡ് നോട്ടിൽ എഴുതി തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രമല്ല, ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഈ ഒരു സംഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ എന്റെ പാരന്റ്സിനോട് പുള്ളി കുറച്ച് മെസ്സേജസും ഫോർവേഡ് ചെയ്യണം. സ്വന്തം മക്കളെ ഒന്ന് അല്പമെങ്കിലും കേട്ടിരിക്കാൻ ശ്രമിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഓപ്പൺ ആയിട്ട് വന്ന് സ്വന്തം പാരന്റ്സിനോട് പറയാൻ പറ്റണം. തനിക്ക് അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല, അതൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്നും പുള്ളി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പാരന്റ്സിനെ കൺവേ ചെയ്ത് കൊടുക്കാനുള്ള ഒരുപാട് മെസ്സേജസും പുള്ളി ആ നോട്ടിൽ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു OCD പേഷ്യന്റ് ആവാൻ കാരണം ഇതാണ്. എനിക്കന്നത് പാരന്റ്സിനോട് തുറന്നു പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിമാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ പാരന്റ്സിന് കൊടുക്കേണ്ട ഒരു മെസ്സേജസും പുള്ളി ആ നോട്ടിൽ കൺവേ ചെയ്യുന്നുണ്ട്. ഒരാളുടെ മരണത്തിന് കാരണമായ ഒരു റീസണാണ് പറയുന്നത്. കുഞ്ഞുനാളിൽ നടന്നൊരു സംഭവമാണ്, ഒരിക്കലും ആ റേപ്പ് കാരണം കൊണ്ടല്ല എന്ന് പുള്ളി സൂയിസൈഡ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കുട്ടി ആയിരുന്ന സമയത്ത് പുള്ളിക്ക് ഉണ്ടായ ചില ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ട്രോമ വരാനായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഫ്യൂച്ചറിൽ പുള്ളിയെ ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ OCD പേഷ്യന്റ് ആക്കി മാറ്റുന്നു. അത് കാരണം ജീവിക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടി അയാൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയാണ് അവിടെ. ആ ഒരു അവസ്ഥയിലോട്ട് പുള്ളി പോയി. അത് കഴിഞ്ഞ് പുള്ളി ഒരുപാട് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പം തന്നെ ദ്രോഹിച്ചവരെയും തൻ്റെ ഒപ്പം നിന്നവരെ സപ്പോർട്ട് ചെയ്തവരെ എല്ലാവരുടെ അമ്മ, സഹോദരി, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഒരുപാട് പേർക്ക് പുള്ളി നന്ദി പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേരോട് തൻ്റെ ജീവൻ എടുക്കുന്നതിൽ മാപ്പ് ചോദിക്കുന്നുണ്ട് പുള്ളിയുടെ സഹോദരിയുടെ ഹസ്ബൻഡ്. എന്നിട്ട് പുള്ളിയുടെ ബുക്സ് ഒരു ഫ്രണ്ടിന്, വീട്ടിലുള്ള ഒരു ബുക്സ്, അത് നിനക്കാണ്, നീ എടുത്തു, എന്നെ വന്ന ശേഷം നീ വന്നത് കൊണ്ടുപോകണം. എൻ്റെ കടങ്ങളെല്ലാം, എൻ്റെ സേവിങ്സോ എൻ്റെ ട്രേഡിങ് ഇൻവെസ്റ്റ്മെന്റോ എല്ലാം എടുത്ത് എനിക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് നീ വീട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ നീ അത് അവർക്ക് കൊടുക്കണം എന്നും പുള്ളി പറയുന്നുണ്ട്. എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവർക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു, അവരോട് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു നീണ്ട ലിസ്റ്റ് പേര് പുള്ളി അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിയെ ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും
പുള്ളി വെളിയിൽ വിടുന്നുണ്ട്. ഇത് കേസായോ ആയില്ലേ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞോട് തമ്മാനൂർ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊന്നും പിന്നീട് ഞാൻ അറിഞ്ഞിട്ടുമില്ല. പുള്ളിക്കുണ്ടായി ഒരു അനുഭവം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പുള്ളി കുഞ്ഞുനാളിൽ പുള്ളിക്കുണ്ടായി ഒരു അനുഭവം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ആ നോട്ടിൽ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: ഞാനൊരു റേപ്പ് വിക്റ്റിമാണ്. എന്നെ RSS ക്യാമ്പിൽ വെച്ച് ഒരാൾ എന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും നടന്നു പോകുന്നുണ്ട്. പല കുട്ടികളും ഇതിന് ഇരയാകുന്നുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, ആരും എന്നെ വിശ്വസിക്കില്ല. എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും ഒക്കെ എന്നെ വെറുപ്പാണ്. എൻ്റെ അടുത്ത് എന്തോ ഒരു അകൽച്ചയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും, ഒരു പുള്ളിക്കാരൻ്റെ പേര് രാഹുൽ എന്നും കണ്ടാണ് പുള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത്, രാഹുൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, ബട്ട് നീ പോലും ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല, ആരും ഇപ്പം എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകില്ല. അപ്പോൾ പുള്ളി അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ലൈഫ് വിറക്കുന്നത്. കാരണം പുള്ളിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും പുള്ളിയുടെ മൈൻഡ് ഓക്കെ ആവുന്നില്ല. പുള്ളി ആ ഒരു അസുഖത്തിൻ്റെ അങ്ങേയറ്റം സ്റ്റേജിലായിപ്പോയി പുള്ളി. അടുത്തായിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഉള്ള ഒരാൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ ആളിനോട് ചുറ്റുമുള്ള ആൾക്കാരോട് പറയുന്ന ഒരു മെസ്സേജാണ്: ഒരിക്കലും മൈൻഡ് ഓക്കെ ആക്കാം, നീ ഓവർ തിങ്ക് ചെയ്യുന്നതാണ്, നീ വിചാരിച്ചത് നിന്നെ കൊണ്ട് പറ്റും. ഈ ഒരു സംഭവം അവരുടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? ഒരു മെൻ്റൽ ടയർഡ്നെസ് അല്ല, ഒരു സൈലൻസ് അല്ല ഡിപ്രഷൻ, ഒരിക്കലും അതല്ല ഡിപ്രഷൻ എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ വെച്ചും പുള്ളിയെ ഉപദ്രവിച്ചവരെയും സപ്പോർട്ട് ചെയ്യുന്നവരെയും എല്ലാവരെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പുള്ളി ആ സൂയിസൈഡ് നോട്ട് എഴുതി അവസാനം അത് എൻഡ് ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളി പാരൻസിനോടായിട്ട് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസിനോടായിട്ട് അത് എല്ലാവരും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ പറയുന്നതാണ്, പല ഡോക്ടേഴ്സും ഈ സാധനങ്ങൾ പറയുന്നതാണ്. ബട്ട് അതൊന്നും ഇപ്പോഴും പ്രോപ്പറായിട്ട് നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഫ്രം ദ സ്റ്റാർട്ട്, ഒരു സ്കൂൾ സ്റ്റേജ് തൊട്ടേ കൊടുത്തു തുടങ്ങണം. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്ന് ഓരോ കുട്ടി അറിഞ്ഞിരിക്കണം. അങ്ങനെ ആ ഒരു അറിവില്ലാത്ത കാരണം കൊണ്ടാണ് പല കുട്ടികളും ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡൻസിൻ്റെ വിക്ടിംസായി മാറുന്നതെന്ന് പുള്ളി പറഞ്ഞത് എക്സാക്ട്ലി ശരിയാണ്. നമ്മുടെ നാട്ടിലൊരു പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നറിയാത്ത കുട്ടികളുണ്ട്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ. കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന ഒരുപാടെണ്ണ നാട്ടിലുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരുപാട് പേരുണ്ട്. പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ വരുന്നുണ്ട്. കൊച്ചുകുട്ടികളുടെ വരെ തുടയിലും കാലിലും കയ്യിലും ഒക്കെ കയറി പിടിക്കുന്നു, പെൺകുട്ടികളുടെ എവിടെയും കയറി പിടിക്കുന്നു. ഒരുപാട് പേരുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് നിർബന്ധമായിട്ടും അത് കിട്ടിയിരിക്കണമെന്നും നമുക്ക് ഈ വരുന്ന കാലഘട്ടത്തിൽ കുറച്ച് നാളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഫുള്ളായിട്ട് പോസിബിളായി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഈ ഇടയ്ക്കുണ്ടായിട്ടുള്ള ഒരുപാട് പോലീസ് കേസസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ഇത് കാരണം ഉണ്ടായിട്ടുള്ള ഒരു അബ്യൂസ്മെൻറ്റ്, ഈ കുട്ടികൾക്ക് നേരെയുള്ള ഒരുപാട് അബ്യൂസസ്, ഈ അബ്യൂസസും അതിൻ്റെ പിറകെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസസുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടി വരികയാണ്. പല കഥകളും ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഇതേപോലെ ഓരോരുത്തരും മരിക്കുന്നു. അപ്പോഴാണ് ഈ ഓരോ കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. ഇങ്ങനെ മരിച്ചു പോയിട്ട് പോലും ഇതിൻ്റെയൊക്കെ ഒരു ആരാണ് കുറ്റക്കാരൻ എന്നുള്ള ഒരു പേര് പോലും പലരുടെയും വെളിയിൽ വരാത്തത് കൊണ്ട് ഇപ്പോഴും അവർ വെളിയിൽ കിടന്ന് നൽകുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നാട്ടിൽ ചർച്ചയാവുന്നില്ല? ഇതൊന്നും വേണ്ട രീതിയിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലോ സ്പ്രെഡ് ആവുന്നില്ല. എന്താണ് കാരണമെന്നും അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ബിഗ് ബോസിൽ അവർ അടിയുണ്ടാക്കുന്നു, അവർക്ക് PR കിട്ടുന്നില്ല, അവരത് പറഞ്ഞു, അവരിത് പറഞ്ഞു, PR ടീം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോക്കി ഇവിടെ കോണാനെടുത്തു, ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ നാക്കിട്ടലയ്ക്കുന്നുണ്ട്. രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയുണ്ടായി കഴിഞ്ഞാൽ അതിനെ വരെ എടുത്തിട്ട്
അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാര്യത്തിൽ വരെ കയറി വീഡിയോ ഉൾപ്പെടെ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാവർക്കും അവരുടെ കണ്ടന്റാണ് വലുത്. ഓക്കെ, ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും വെളിയിലും കൊണ്ടുവരത്തില്ല. ഇതൊന്നും എടുത്തിട്ട് ചർച്ച ചെയ്യത്തുമില്ല. ഇതിനു വേണ്ടി ആരും സംസാരിക്കത്തുമില്ല. കണ്ടന്റാണല്ലോ മുഖ്യം. കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ. അപ്പം ഇതൊന്നും അവർക്ക് ആയിരിക്കും കണ്ടന്റുള്ള സാധനങ്ങളല്ല. അതിലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അതിൻ്റെ പുറകെ വരുന്ന നൂലാമാലകൾ എടുത്തിട്ട് അതിൻ്റെ പുറകെ പോകാനും അവർക്ക് ആർക്കും താല്പര്യമില്ല. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, എന്നാലല്ലേ ഒരാൾ ഇൻഫ്ലുവൻസറായി മാറും. ഇപ്പം ഞാൻ പറയുന്ന കേട്ട് ഒരുപാട് പേര് വേണ്ട, ഒരാളെങ്കിലും ഒരാൾ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ നാടിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ കണ്ടന്റ് മാത്രം തപ്പിക്കിടന്ന് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് ആരും ശ്രമിക്കുന്നുമില്ല, ചെയ്യുന്നില്ല. ശ്രമിക്കുന്നില്ല എന്നല്ല, ചെയ്യുന്നില്ല. താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കണ്ടന്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, അതിന് വേണ്ട രീതിയിൽ വ്യൂസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ഈ വീഡിയോസ് കാണുന്നതിൽ കുറച്ചെങ്കിലും നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഓരോ തെമ്മാടിത്തരങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വിക്കി തഗ് പുള്ളിയാണ്. പുള്ളി പറയുന്ന പുള്ളിയുടെ ലാംഗ്വേജ് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പുള്ളി എന്തോ മറ്റവനാണെന്നുള്ള രീതിയിലായിരിക്കും പലരും സംസാരിക്കുന്നത് എപ്പോഴും. പക്ഷേ ഇത്തിരിയെങ്കിലും ഒരു ബോധത്തോടെ ചെയ്യുന്ന ഒരാൾ പുള്ളിയാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം കണക്കാണ്. കുടുംബ പ്രശ്നം വരെ എടുത്ത് വെച്ച് വീഡിയോ ഇട്ട് അവനങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇവൻ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. ഇതാണ് ഒരുത്തൻ ആത്മഹത്യയെ കുറിപ്പെഴുതിയിട്ട് മരിച്ചു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അതിനെ ആരും എടുത്ത് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, സംസാരിച്ചും കണ്ടില്ല. ഇത് തന്നെ ഞാൻ ഇത് കാണുന്നത് തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും അത് ലീവ് ചെയ്തേനെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളുമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ പണ്ട് നമ്മൾ ഈ സിനിമയിലും അതിലും ഇതിലുമൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ ഇപ്പം വന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. കുട്ടികളെ പോലും വെറുതെ ഇടാത്ത കുറേ കാമഭ്രാന്തന്മാരുള്ള നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. പക്ഷെ വർഷങ്ങളെ കഴിഞ്ഞിട്ടും ഈ കുഞ്ഞുനാളിൽ നടന്ന സംഭവങ്ങൾ മൂലം പോലും അനുഭവിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. അതിനിടയ്ക്കായിരിക്കും ഈ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന പറയണത് എന്തോ, എടാ ഡിപ്രഷനാണോ, നീ മാറി ചിന്തിക്കുക, നീ ചിന്തിച്ചാൽ ശരിയാവും, നിന്റെ ചിന്തയുടെ പ്രശ്നമാണ്, അവൻ അനുഭവിച്ചത് എന്താണ് അതൊന്നും ആയിരിക്കും വിഷയമില്ല, നീ ചിന്തിക്കുന്നതിൻ്റെ വിഷയമാണ്. പാരൻസിനോട് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പാരൻസ്, ഇപ്പം ഒരാൾ അച്ഛാ എൻ്റെ ഒരാൺകൊച്ച്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആൺകുട്ടിയുടെ ശരീരത്തിൽ തെറ്റായ രീതിയിൽ മറ്റൊരാണ്, ഒരു പ്രായമുള്ള ഒരാണ് തൊട്ട് കഴിഞ്ഞാൽ അവൻ പോയി അവൻ്റെ വീട്ടിൽ പരാതിപ്പെടുക, അച്ഛാ എന്നെ പുള്ളി ഇങ്ങനെ ഇവിടെ തൊട്ടു, അപ്പോൾ അത് നിനക്ക് തോന്നിയതായിരിക്കും. അയാൾ അങ്ങനെയൊന്നുമില്ല, നമുക്കറിയാവുന്നതല്ലേ, അയാൾ അങ്ങനെ മക്കൾക്ക് തോന്നിയായിരിക്കും ഇവിടെ. അല്ലെങ്കിൽ ഇത് വെളിയിലൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, ആൾക്കാർ വല്ലതും പറയും, വെളിയിലൊന്നും പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ നിനക്ക് തോന്നിയതാണ്. അതായത് തെറ്റാണെന്ന് ആ കുട്ടി മനസ്സിലാക്കിയ ആ തെറ്റിനെ പാരൻസ് തന്നെ ചൂണ്ടിക്കാണിച്ച് അതൊരു തോന്നലാക്കി മാറ്റുകയാണ്. ആ തോന്നൽ അവൻ്റെ മനസ്സിൽ തോന്നലായിട്ട് തന്നെ നിലനിൽക്കും. മറ്റവൻ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് തെറ്റിനെ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, ശരി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കുക. തെറ്റെന്താണെന്നും ശരി എന്താണെന്നും അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും അവർ വന്ന് പറയുന്ന സാധനങ്ങളെ തോന്നലാക്കി മാറ്റരുത്. തോന്നലാക്കി മാറ്റിക്കഴിയുമ്പം ഈ തോന്നൽ മുതലെടുക്കാൻ ഒരുപാട് തന്തയില്ലാത്തവന്മാർ വരും. ഞാൻ ഈ പറഞ്ഞ എൻ്റെ മാന്യമായിട്ടുള്ള കുറച്ചുകൂടെ സെൻസേർഡ് വേർഷനാണ് പുള്ളിയുടെ സൂയിസൈഡ് നോട്ടിൽ എഴുതിയേക്കുന്നത്, പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻസ്. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലത്തെ പല കഥകളും ഇനിയും വെളി വരും. അല്ലാന്നുണ്ടെങ്കിൽ വെളി വരാമെന്ന് പേടിച്ചെങ്കിലും ഇതുപോലുള്ള ഈ പരിപാടികൾ നിർത്തും. അതാണ് നടക്കുന്നത്, അതാണ് നടക്കേണ്ടത്. സോ ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഈ പുള്ളി ഇപ്പം മരണപ്പെട്ടു. പുള്ളി ഇങ്ങനെ ആവാനായിട്ടുണ്ടായ ഒരു റീസണായിട്ട് പുള്ളി പറയുന്നത് ഈ ഒരു സാധനമാണ്.
കുഞ്ഞുനാളിൽ അനുഭവിച്ച ഈ പ്രശ്നങ്ങൾ. പുള്ളി മരണപ്പെട്ടു കഴിഞ്ഞു, പുള്ളി പോയി. പക്ഷെ പുള്ളി ആ മരിക്കുന്ന സമയത്ത്, ഈ ഒരു സൂയിസൈഡ് നോട്ട് എഴുതുന്ന സമയത്തും പുള്ളിയുടെ മനസ്സിൽ ഇനി ഒരു കുട്ടി പുള്ളിയെ പോലെ ആവരുത്, ഇങ്ങനെ ഈ ഒരു പ്രശ്നം മൂലം ജീവൻ ഒടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരരുത്, ഈ ഒരു ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്ന് ഒരു കുട്ടിയും ഇനി ട്രോമറ്റൈസ്ഡ് ആവരുത്, സ്വന്തം ജീവൻ സ്വയം എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരരുത് എന്നുള്ളൊരു മെസ്സേജ് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് പുള്ളി മരണപ്പെടുന്നത്. അത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പാരൻസിനുമായിട്ട് ഉള്ള സാധനമാണ്. ഇത് എത്ര പേര് വായിക്കുമെന്ന് പുള്ളിക്ക് അറിയത്തില്ല, വായിച്ചാലും വായിച്ചില്ലെങ്കിലും പുള്ളിക്കൊന്നുമില്ല. പുള്ളിയുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് വെച്ച് പുള്ളി അത് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പോൾ എന്ത് പറയണം ഈ സംഭവത്തിനൊക്കെ? ഈ ഒരു നോട്ടിൽ വരുന്നതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനായിട്ടില്ല. പക്ഷെ ഇത് വേണ്ട രീതിയിൽ ആരും അറിഞ്ഞതായിട്ടോ ചർച്ച ചെയ്യപ്പെട്ടതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവൻ ഈ പാനിക് അറ്റാക്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്നുമല്ല, ഇതുമായിട്ട് ബേസ് ചെയ്തൊന്നുമല്ല, വേറെ സംഭവങ്ങളാണ്. അത് ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ്, ഫ്രണ്ട്സ് തമ്മിലുള്ള അടി, അതൊക്കെ കാരണം ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ്. അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് അവന് ഈ പാനിക് അറ്റാക്സും കാര്യങ്ങളൊക്കെ റിലേറ്റബിൾ ആയി. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അവൻ പറഞ്ഞ് OCD, പാനിക് അറ്റാക്സ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് വിശദീകരിച്ച് ഒരു വീഡിയോ ചെയ്താളിയാന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ, ഈ സാധനം, ഈ സൂയിസൈഡ് നോട്ട് വായിച്ചപ്പോൾ എനിക്ക് അത് മാത്രം എടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനെക്കാട്ടിയും വലിയൊരു സാധനം അതിൻ്റെ ബാക്കിൽ കിടപ്പുണ്ട്. വിളിച്ചിട്ട് മരണപ്പെടുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ട് പോകുന്ന ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും പുള്ളിയുടെ ലൈഫും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതാവത്തില്ല. മാറണോടെ, കുറേയൊക്കെ മാറണം. പാരൻസും മാറണം, നമ്മുടെ സൊസൈറ്റി മാറണം, അതിന് വേണ്ടിയുള്ള റൂൾസും മാറണം. കുറേ ആക്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പോക്സോ, അത് ഈ സംസാരിച്ചു, മെസ്സേജ് അയച്ചു എന്നുള്ള സാധനങ്ങൾ അതിനൊക്കെ ആയിട്ട് കേസെടുക്കുന്നതാണ് കൂടുതലും നടക്കുന്നത്. ഓരോ കുട്ടികൾക്കും സ്കൂളിൽ വെച്ച് തന്നെ ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ തുടങ്ങണം. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്ന് പറഞ്ഞ സാധനം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം ഓരോ കുട്ടികളോടും പേഴ്സണലി. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൗൺസിലേഴ്സിനെ തന്നെ സ്കൂളിൽ നിയമിക്കണം. പേഴ്സണലി ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു മന്തിൽ ഓരോ കുട്ടിയും പേഴ്സണലി വിളിച്ചെത്തി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഇതുപോലുള്ള പീഡോഫീലിക് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ബാഡ് ടച്ചോ ഇൻഫ്ലുവൻസോ എന്തെങ്കിലും കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യണം. വൺസ് ഇൻ എ വീക്ക് വൺസ് ഇൻ എ മന്ത് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യണം. സ്കൂളുകളിലായാലും വീട്ടിലാണെങ്കിൽ പാരൻസ് നോക്കണം. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സിസ്റ്റം ഗവൺമെൻറ് ഉണ്ടാക്കി കൊണ്ടുവരണം. എന്നാൽ ഇതുപോലുള്ള കേസ് നമുക്ക് കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഇപ്പോൾ സൂയിസൈഡ് നോട്ടിട്ട് മരിച്ച അനന്തു അജിയെ പോലെ ഒരുപാട് അനന്തുമാർ ഇനിയും ഫ്യൂച്ചറിലുണ്ടാവും. ഒരുപാട് OCD പേഷ്യൻസും വെളിയിൽ വരും. ഒരുപാട് പേർക്ക് ഇപ്പോൾ പാനിക് അറ്റാക്സും കാര്യങ്ങളൊക്കെ വരും. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് നടന്ന സംഭവം, ഒറ്റപ്പെട്ട സംഭവം, ഇങ്ങനെയൊന്നും അല്ല ആൾക്കാരും. ഞാനിത് ഫസ്റ്റ് ചിന്തിച്ചത്, എൻ്റെ അനിയനൊക്കെ പോയതായി, നമുക്കിത് കേൾക്കുമ്പം വെറും തമാശയായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് നടക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് തോന്നും. ഇത് നമ്മുടെ കുടുംബത്തിൽ വരെയാണ്. ഇപ്പം എനിക്ക് കല്യാണം പറയാനൊന്നും ആയില്ല, ഞാൻ കെട്ടിയിട്ടുമില്ല, എനിക്ക് എൻ്റെ കൊച്ചെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ, അവൻ ഇതേപോലെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറയും, അല്ലെങ്കിൽ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയുന്നു. നമ്മളത് വെളിയിൽ പറയോ അതോ ഫസ്റ്റ് പോയി അവൻ്റെ കവാലം അടിച്ച് തിരിക്കുമോ? ഒബ്വിയസ്ലി നമ്മൾ പോയി അവൻ്റെ എല്ലാം കൂടെ ഒക്കെ അടിച്ച് കലക്കത്തേ ഉള്ളൂ. അതാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യം. പക്ഷേ ഇത് നമ്മൾ ചെയ്യും. നമ്മളിത് അവന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യം ചെയ്യും. പക്ഷെ ഇത് വന്ന് പറയാൻ ആ കുട്ടിക്ക് തോന്നണം. ഇത് അനുഭവിച്ച ആ കുട്ടിക്ക് തോന്നണം. അല്ലെങ്കിൽ ഇതിന് വ്യക്തിമായിട്ടുള്ള ആ കുട്ടി വന്ന് നമ്മളടുത്ത് പറയണം. അത് പറയാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കി എടുക്കണം. അത് പഠിപ്പിക്കണം. അതാണ് ആവശ്യം.
അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരു ഇതുണ്ടാക്കി എടുത്താലേ കുട്ടികൾ വന്ന് പറയൂ. ഇല്ലാത്തത്തോളം കാലം ഇത് എൻ്റെ പാരൻസ്, ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കണക്ക്, അത് നിന്റെ തോന്നലാണ് മോനെ എന്നുള്ളൊരു തോന്നൽ മാത്രമായിട്ട് ആ കുട്ടിയുടെ ഇടയിൽ നിൽക്കും. ആ തോന്നൽ പലവന്മാരും വീണ്ടും വീണ്ടും മുതലെടുത്തുകൊണ്ട് ഇരിക്കും. സോ ഇത്രയുള്ള ഈ വീഡിയോ, ഇതിനെക്കുറിച്ച് ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. സൈനിങ് ഓഫ് ഷാനു ടോക്സ് ഫ്രം ഷാനു ടോക്സ്. ബൈ.